പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് താക്കീത് നൽകി ഹൈക്കമാൻഡ്. പാർട്ടി അധ്യക്ഷനുമായി സഹകരിച്ച് പ്രവർത്തിക്കണമെന്നും മുന്നണിയെ ഒന്നിച്ച് നയിക്കണമെന്നും നിർദ്ദേശം. സുധാകരനെ പദവിയിൽ നിന്ന് മാറ്റണമെന്ന സതീശന്റെ നിർദ്ദേശം നേരത്തെ ഹൈക്കമാൻഡ് തള്ളിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഹൈക്കമാൻഡ് സതീശന് താക്കീതും നൽകിയത്. കെ സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന കടും പിടുത്തത്തിലായിരുന്നു വി.ഡി. സതീശൻ. AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയോട് സതീശൻ ഇത് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ ഹൈക്കമാൻഡ് വഴങ്ങിയില്ല. പദവിയിൽ തുടരാനും പുനഃസംഘടനാ നടപടികളുമായി മുന്നോട്ടു പോകാനും സുധാകരന് ഹൈക്കമാൻഡ് അനുമതിയും നൽകി. ഇതാണ് വി.ഡി. സതീശന് ഏറ്റ ആദ്യ തിരിച്ചടി. ഇതിനു പിന്നാലെയാണ് സതീശന് ശക്തമായ താക്കീതും ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്നത്. പാർട്ടി അധ്യക്ഷനുമായി സഹകരിച്ച് പ്രവർത്തിക്കണം, മുന്നണിയെ ഒന്നിച്ചു നിന്ന് നയിക്കണമെന്നുമാണ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം. പാർട്ടി പ്രവർത്തനത്തിൽ കൂടിയാലോചന വേണമെന്നും KPCC അധ്യക്ഷനെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ടു പോകണമെന്നും AICC സതീശന് നിർദ്ദേശം നൽകി. KPCC യോഗത്തിൽ നിന്ന് സതീശൻ വിട്ടുനിന്നതും സംയുക്ത വാർത്താ സമ്മേളനം നടത്തണമെന്ന AICC നേതാക്കളുടെ നിർദ്ദേശം തള്ളിയതും നേതൃത്വം ഗൗരവമായി വിലയിരുത്തി. മാത്രമല്ല KPCCയോട് പോലും ആലോചിക്കാതെ 63 മണ്ഡലങ്ങളിൽ സർവേ നടത്തിയെന്ന പ്രഖ്യാപനവും സതീശന് തിരിച്ചടിയായെന്നാണ് വിവരം. പാർട്ടിയിലെ അനൈക്യത്തിൽ സതീശന് വ്യക്തമായ പങ്കുണ്ടെന്ന മുതിർന്ന നേതാക്കളുടെ പരാതിയും ഹൈക്കമാൻഡ് ഗൗരവമായി പരിഗണിച്ചുവെന്നാണ് സൂചന. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.